അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 121. ജ്വാല അഗ്നിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുത്ത ശേഷം ബെഡിലിരുന്ന് പഠിക്കുകയാണ്. അഗ്നിയാണെങ്കിൽ ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് ജ്വാലയെ ശല്യം ചെയ്യാതെ നേരെ ബാൽക്കണിയിലേക്ക് പോയാണ് സംസാരം. ജ്വാല ഇതുവരെയുള്ള നോട്ട്സൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ദൃശ്യം തീത്തും കൂടി വീഡിയോ കോൾ ചെയ്തത്. ജ്വാല രാവിലെ തന്നെ അവർക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞിരുന്നു അവൾ ഒരാഴ്ചത്തേക്ക് കോളേജിലേക്ക് വരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നോട്ട്സ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അവർ വിളിക്കുന്നത്. അവളൊരു പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. അതാ രണ്ടെണ്ണം വിളിച്ചുകൊണ്ട് അവളെ നോക്കുന്നുണ്ട്. അഗ്നിയേട്ടൻ എങ്ങനെയുണ്ടടി? തീത്തു ചോദിച്ചു. ഇപ്പൊ കുഴപ്പമില്ലടി, നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് മുറിവ് നോക്കണം. ഒരാഴ്ച റെസ്റ്റ് ഉണ്ട്. ഞാൻ രാവിലെ മെസ്സേജ് അയച്ചില്ലായിരുന്നോ? ആ, എങ്കിലും ശ്രദ്ധിക്കണേടി, കഷ്ടകാലം, അല്ലാതെ എന്താ പറയാ? ദൃശ്യം വിഷമത്തോടെ പറഞ്ഞു. അവരുടെ സംസാരം പതിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയതും ജോൽ അവർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. നോട്ട്സ് എല്ലാം അവർ അവൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അവളോട് അല്പനേരം കൂടി സംസാരിച്ചിരുന്ന് കോള് കട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അഗ്നി ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് വരുന്നത്. ആരോടാ കുഞ്ഞാ സംസാരിക്കുന്നേ? അവള് സംസാരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. ഞങ്ങളാ അഗ്നിയേട്ടാ, ദൃശ്യ വിളിച്ചു പറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ കുറുകി. ആഹാ, ഈ കുരിപ്പുകളായിരുന്നോ? അഗ്നി പെട്ടെന്ന് ജ്വാലയുടെ അടുത്ത് വന്നിരുന്ന് ഫോൺ അവന്റെ കയ്യിലേക്ക് വാങ്ങി. ഫോണിലേക്ക് നോക്കിയവൻ രണ്ടിനെയും കൂർപ്പിച്ചൊന്ന് നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട് അഗ്നിയേട്ടാ, വേദനയൊക്കെ കുറഞ്ഞോ? തീത്തു പുഞ്ചിരിയോടെ ചോദിച്ചു. ആ, കുറവുണ്ട്. അല്ല, എന്താ രണ്ടാളും ഈ സമയത്ത്? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. നിങ്ങളുടെ ഭാര്യയ്ക്ക് നോട്ട്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വിളിച്ചതാ, ദൃശ്യ പറഞ്ഞു. ആ, അതൊക്കെ നല്ല കാര്യം തന്നെയാ, പക്ഷെ കോളേജിൽ ഇതൊന്നല്ലല്ലോ നിങ്ങളുടെ ചർച്ച. അഗ്നി പറഞ്ഞതും ജ്വാല അവനെ സംശയത്തോടെ നോക്കി. അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ എന്ത് ചർച്ചിച്ചു എന്ന് അഗ്നിയേട്ടാ? പിള്ളേർക്ക് മനസ്സിലായിട്ടില്ല. ഓ, മനസ്സിലായില്ലേ? നിങ്ങൾ എന്തൊക്കെ വേണ്ടാത്തതാണ് ഈ കുരുട്ടുകൾ എന്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തേ, വെറുതെ എന്റെ കുഞ്ഞിനെ പേടിപ്പിക്കാൻ? അഗ്നി കനത്ത സ്വരത്തിൽ ചോദിച്ചു. ജ്വാലയ്ക്ക് ഇപ്പോഴാണ് അവൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായത്. അവർക്ക് വഴക്ക് കൊടുക്കാൻ അവള് തന്നെ അഗ്നിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ ചിരിയോടെ അഗ്നിയുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. എന്നാൽ അവന്റെ സംസാരം കേട്ട് ഫോണിൽ രണ്ടെണ്ണവും കണ്ണും തള്ളി ഇരിക്കുന്നുണ്ട്. അവൻ പറയുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലായി. എടി സാമദ്രോഹി, നീ ഇതൊക്കെ പോയി അങ്ങേരോട് പറഞ്ഞോ? ദൃശ്യ ദയനീയമായി മനസ്സിൽ പറഞ്ഞു. തീത്തുവിന്റെ അവസ്ഥ അതുതന്നെയായിരുന്നു. എന്താ, രണ്ടിനും നാവില്ലേ? അവരും മിണ്ടാതിരിക്കുന്നത് കണ്ട് അഗ്നി ശബ്ദമുയർത്തി. ദൃശ്യം തീത്തു ഞെട്ടിപ്പോയി. അത് അഗ്നിയേട്ടാ, ഞങ്ങൾ വെറുതെ തമാശയ്ക്ക് വെറുതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ. തീത്തു വല്ലായ്മയോടെ പറഞ്ഞു. ജ്വാലയിൽ നിന്നും ഇങ്ങനൊരു പണി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊക്കെയാണോ തമാശ, അതും ഇത്തിരിയില്ലാത്ത എന്റെ കുഞ്ഞിനോട്? അവൻ ജ്വാലയെ ചേർത്ത് പിടിച്ചു. ഇത്തിരിയില്ലാത്ത കുഞ്ഞോ? അവൾക്കും ഞങ്ങൾക്കും ഒരേ പ്രായ, ദൃശ്യ പെട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട്? അഗ്നി അവളെ നോക്കി കണ്ണുരുട്ടി. അതുകൊണ്ടൊന്നുമില്ല, ഞാൻ വെറുതെ. അവൾ ഇളിച്ചു. കൂടുതൽ ഇളിക്കണ്ട രണ്ടും. നിങ്ങളെ രണ്ടിനെ നേരിട്ട് വന്ന് കണ്ട് രണ്ടും പൊട്ടിക്കണമെന്ന് കരുതിയതാ ഞാൻ. പക്ഷെ ഇപ്പോ അങ്ങനെ അങ്ങോട്ട് വരാൻ പറ്റിയ സാഹചര്യം അല്ലാത്തതുകൊണ്ടാ, അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. ദൃശ്യം തീർത്തു അവനെ പേടിയോടെ നോക്കി. അത് ഞങ്ങൾ വെറുതെ, അവൾ ഓരോന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആ ഒരു ഫ്ലോയില്. തീത്തു എന്തോ പറയാൻ ശ്രമിച്ചു. ആ, മതി മതി, കൂടുതൽ പറയണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ കുഞ്ഞിനോട് ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുത്. നിങ്ങളുടെ ഓരോ സംസാരം കാരണം അവൾ എന്നോട് അന്നത്തെ ദിവസം മിണ്ടിയിട്ട് പോലുമില്ല. ആ ഓർമ്മയിൽ പോലും അഗ്നിയുടെ സ്വരമിടറി. അത് മനസ്സിലായ പോലെ ജ്വാല അവനെ സങ്കടത്തോടെ നോക്കി. ദൃശ്യം തീത്തു ഒന്നും മിണ്ടിയില്ല. കാരണം ആ സംഭവത്തിന് ശേഷം ഇന്നലെ കോളേജിലേക്ക് വന്ന ജ്വാലയുടെ മുഖം അവർക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അവർക്ക് അതിന്റെ കാരണം മനസ്സിലായത്. ദൃശ്യ വിഷമത്തോടെ അവനെ നോക്കി. സോറി അഗ്നിയേട്ടാ, ഞങ്ങൾ കാരണം നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വെറുതെ ഓരോന്ന് പറഞ്ഞതാ. ദൃശ്യയ്ക്ക് ശരിക്കും വിഷമം തോന്നിപ്പോയി. അവര് കാരണം അഗ്നിയും ജ്വാലയും മിണ്ടാതിരുന്നു എന്നത് രണ്ടാൾക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ടിന്റെ മുഖഭാവം കണ്ടതും അഗ്നി ഒന്ന് തണുത്തു. സാരല്ല, വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. അവൻ അവരോട് പതിയെ പറഞ്ഞു. രണ്ടാൾ അവനെ നോക്കി തലയാട്ടി. ഇവൾക്ക് നിങ്ങളുടെ അതേ പ്രായമാണെന്നേ ഉള്ളൂ, എന്റെ കുഞ്ഞായത്. അതുകൊണ്ട് ഇനി ഇങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ, വെറുതെ എന്തിനാ? അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൻ ആദ്യമായിട്ടാണ് അവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ മുഖം എപ്പോഴും ഗൗരവത്തിലായിരിക്കും. ദൃശ്യയുടെയും തീത്തുവിന്റെയും മുഖം വിടർന്നു. ഇനി ഞങ്ങൾ ഒന്നും പറയില്ല അഗ്നിയേട്ടാ, നിങ്ങളുടെ ഭാര്യ ഇത്രയ്ക്കും കുഞ്ഞാണെന്ന് അമ്മയാണ് സത്യം, ഞങ്ങൾ അറിഞ്ഞില്ല. വെറുതെ അല്ലല്ലേ അഗ്നിയേട്ടൻ ഇവളെ കുഞ്ഞാന്ന് വിളിക്കുന്നേ, ബുദ്ധി കുറവാ കുട്ടിക്ക്, തീത്തു കുറുമ്പോടെ പറഞ്ഞു. ജ്വാല അവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് അഗ്നിക്ക് ചിരി വന്നു പോയി. ദേ പെണ്ണെ, വെറുതെ എന്റെ കുഞ്ഞിനെ ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ കുഞ്ഞിന് നിന്നേക്കാളും ബുദ്ധിയുണ്ട്. അവൻ അവരെ നോക്കി പുച്ഛിച്ചു. അതന്നെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുതേവേട്ടാ. ജ്വാല അഗ്നിയുടെ സപ്പോർട്ടിനെത്തി. അഗ്നി ചിരിച്ചുപോയി. ഇവളെ കാണാൻ കുഞ്ഞിനെ പോലെയല്ലേ? നോക്കി എന്റെ കുട്ടിയുടെ മുഖം. പിന്നെ ഞാനിവളെ കുഞ്ഞനെന്നല്ലാതെ എന്ത് വിളിക്കണോടി കുരുപ്പോളെ? അഗ്നി പല്ല് കടിച്ചു. ഈ
തീത്തും ദൃശ്യയും അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. മതി മതി ഇളിച്ചത്. കോള് കട്ടാക്കി പോയി കിടക്കാൻ നോക്കു രണ്ടും. ഇനി ഇതുപോലെ വല്ല അനാവശ്യം നിങ്ങൾ ഇവളോട് പറഞ്ഞു കൊടുത്തു എന്ന് ഞാൻ അറിയട്ടെ. അപ്പ പറഞ്ഞു തരാം. അഗ്നിയിൽ തികഞ്ഞ ഗൗരവമാണ്. അത് കണ്ടതും രണ്ടിന്റെയും മുഖം ആകെ മാറി. ഇല്ല, ഇനിയൊന്നും പറയില്ല, രണ്ടാളും കോറസ് പോലെ പറഞ്ഞു. അത് കേട്ട് അഗ്നിക്ക് ചിരി വന്നെങ്കിലും അവൻ അവരെ തുറച്ചു നോക്കി ഫോൺ ജ്വാലയ്ക്ക് തന്നെ കൊടുത്തു. കിട്ടിയില്ലേ? സന്തോഷായില്ലേ? ഇനി പോയി ഉറങ്ങിക്കോ, ജ്വാല ദൃശ്യയോടും തീത്തൂനോടും കൂടി പറഞ്ഞു. എന്നാലൊടി സാമദ്രോഹി, നിന്നോട് ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തൂടി? ഒരറിവ് പകർന്നു തന്നതാണോ ഇത്രയും വലിയ തെറ്റ്? ദൃശ്യ മൂക്ക് പിഴിഞ്ഞു. അതാണ്, ചോദിക്ക് ദൃശ്യേ, തീത്തും പറഞ്ഞു. കഴിഞ്ഞില്ലേ സംസാരം? അഗ്നി ശബ്ദമുയർത്തി. ഒയ്യോ, ഇങ്ങനെ പോയില്ലേ? എടി ജ്വാലെ, ഗുഡ് നൈറ്റ്, തീത്തു പെട്ടെന്ന് പറഞ്ഞു. കൂടെ തന്നെ ദൃശ്യയും ഗുഡ് നൈറ്റ് ജ്വാലയും പറഞ്ഞു. രണ്ടാളും ചിരിയോടെ കോള് കട്ടാക്കി പോയി. ജ്വാല ഫോൺ മാറ്റിവെച്ച് അഗ്നിയെ നോക്കി. പഠിത്തം കഴിഞ്ഞോ? അഗ്നി ചോദിച്ചു. നോട്ട്സ് ഒക്കെ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? എന്നാ ഇങ്ങോട്ട് വാ. അഗ്നി പെട്ടെന്ന് അവളെ എടുത്ത് മടിയിലേക്ക് ഇരുത്തി. ജ്വാല അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവനെ നോക്കി ചിരിച്ചു. ഞാനവരെ വഴക്കു പറഞ്ഞത് കൂടിപ്പോയോ? കുറച്ച്. സാരമില്ല, അവര് കാരണല്ലേ ഞാനെന്റെ ദേവേട്ടനോട് ഒരു ദിവസം മിണ്ടാതിരുന്നേ. അപ്പൊ അവർക്ക് കിട്ടണം. അതാണ്, അഗ്നിയും പറഞ്ഞു. ആരാ വിളിച്ചു ദേവേട്ട? വ്യാസാടാ, എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ. അവൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാ മീന് വിളിച്ചിരുന്നു. അവൾക്ക് ദേവേട്ടനെ കാണാൻ വരണമെന്നുണ്ട്. അവിടെ എല്ലാരും അറിഞ്ഞൂത്രേ. ചിലപ്പോ എല്ലാരും കൂടി വരും. അവൾ എന്നെയും വിളിച്ചിരുന്നു. ഞാൻ അച്ചമ്മയോട് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, മാറിയിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലാന്ന്. അത് മതി ദേവേട്ട, അമ്മമ്മയും കാണണം, ജ്വാല പറഞ്ഞു. പോവാടാ, എല്ലായിടത്തും പോവാ. അഗ്നി പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ജ്വാല മൂളി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ അഗ്നിയെ നോക്കി. എന്താ? അല്ല, നേരത്തെ ദേവേട്ടനോട് പറഞ്ഞില്ലേ പൊന്നും അരവേട്ടനും തമ്മിലുള്ള പിണക്കൊക്കെ തീർന്നോന്ന്? അതെങ്ങനെയാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അഗ്നി അവളെ കുറുമ്പോടെ നോക്കി. അതൊക്കെ തീർന്നു, അത്ര അറിഞ്ഞാ മതി. ദേവേട്ട പ്ലീസ് പറ, നല്ല ദേവേട്ടനല്ലേ? അവൾ ചിണുങ്ങി. ആണോ? അത്ര നല്ല ദേവേട്ടനാണോ ഞാൻ? അവൻ അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. അത് കണ്ടതും അവൾ പതർച്ചയോടെ അവനിന്ന് മുഖം മാറ്റി. അവൾക്ക് ഇന്ന് ബാത്റൂമിൽ നിന്നുണ്ടായ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. അവളൊന്ന് വിറച്ചു. കുഞ്ഞ, അഗ്നി ആർദ്രമായി വിളിച്ചു. അവൾ മുഖമുയർത്താതെ ഒന്നു മൂളി. പറ, ഞാൻ അത്ര പാവാണോ? അവൻ വീണ്ടും ചോദിച്ചു. അല്ല. അവളുടെ മുഖം ചുവന്നു. അഗ്നി പെട്ടെന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി. അല്ലേ? അല്ല. അവൾ വിക്കി. അവളുടെ ചുവന്നുപോയ മുഖം കണ്ടതും അഗ്നിയുടെ മുഖത്ത് വേറെന്തോ ഒരു ഭാവം നിറഞ്ഞുപോയി. അപ്പോ പൊന്നുന്റെ പിണക്കം മാറ്റിയത് എങ്ങനെയാണെന്ന് അറിയണോ? അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ജ്വാല മൂളി. അഗ്നി അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ചു. ജ്വാല അവനെ കണ്ണുമിഴിച്ചു നോക്കി. പറയട്ടെ, അവരുടെ പിണക്കെങ്ങനെയാ മാറിയതെന്ന്? അവളുടെ ചുണ്ടിൽ മുട്ടിയും മുട്ടിയില്ല എന്ന പോലെ അഗ്നി ചോദിച്ചു. അവളുടെ ചുണ്ടുകൾ വിറപൂണ്ടു. അടുത്ത നിമിഷം അഗ്നി ആ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകളെ അമർത്തിവെച്ചു. ജ്വാല പിടച്ചിലോട് അവൻ്റെ പുറത്ത് കൈയമർത്തി. അല്പനേരം നീണ്ടുനിന്ന ചുംബനം. ഇരുവരും മാറി മാറി ചുണ്ടുകൾ പരസ്പരം രുചിയറിഞ്ഞു. ജ്വാലയിലും വല്ലാത്തൊരു ആവേശം നിറഞ്ഞത് അഗ്നി അറിഞ്ഞു. അവൻ ചുംബിക്കുന്നതിലും കൂടുതൽ ആവേശത്തിൽ അവൾ അവനെ ചുംബിക്കുന്നു. അഗ്നിയുടെ കണ്ണുകൾ ആ അനുഭൂതിയിൽ അടഞ്ഞു പോകും വിധം അവൾ അവനെ ചുംബിച്ചു. ഒടുവിൽ കിതച്ചുകൊണ്ട് അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അഗ്നി ഒന്ന് വിറച്ചു. അവളുടെ തലമുടിയിൽ അവൻ്റെ കൈ മുറുകി. അല്പനേരം കഴിഞ്ഞതും ജ്വാല മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. അത് അച്ചമ്മ ചോദിക്കുകയാണേ, നമുക്ക് വാവ വരാറായോന്ന്? അവൾ ചിരിയോടെ പറഞ്ഞു. അഗ്നി അവളെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് നീ എന്തു പറഞ്ഞു? എനിക്കറിയില്ല, ദേവേട്ടനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ദേവേട്ടൻ പറ, നമുക്ക് വാവ വരാറായോ? അവൾ കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ ദയനീയമായി അവളെ നോക്കി. അതൊന്നും ആയില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞേ നീ? ഈ രാത്രി നേരത്ത് വേണ്ടാത്തോരോന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ കൊണ്ട് ഓരോന്ന് തോന്നിപ്പിക്കാൻ. അവൻ ആദ്യം അവളോടും അവസാനം പിറുപിറുത്തുകൊണ്ടും പറഞ്ഞു. എന്ത് തോന്നുന്നു? അവൻ പിറുപിറുത്തിട്ടും ജ്വാല അത് കേട്ടിരുന്നു. അഗ്നി അവളെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ലടാ കുഞ്ഞാ, നമുക്കിപ്പോ വാവയൊന്നും വേണ്ട കേട്ടോ. നീയല്ലേ എൻ്റെ വാവ. അപ്പോ ഇപ്പോ ഞാനും നീയും മാത്രം മതി. എന്താ, പോരെ? അഗ്നി ചോദിച്ചതും ജ്വാല അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ തലയാട്ടി. മതി, പക്ഷെ കുറെ കഴിയുമ്പോൾ വാവ വേണം, നല്ല രസമായിരിക്കും. അവൾ കണ്ണുവിടർത്തിക്കൊണ്ട് പറഞ്ഞു. വാവ വരൂട്ടോ. അതൊക്കെ സമയമാവുമ്പോൾ ദേവേട്ട മോൾക്ക് തരില്ലേ? ഇപ്പൊ നമുക്ക് ഉറങ്ങാം. ഉറങ്ങാം, അവൾ സമ്മതിച്ചു. എന്നാൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വാ. അവൻ പറഞ്ഞതും ജ്വാല തലയാട്ടിക്കൊണ്ട് പെട്ടെന്ന് അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് പോയി ലൈറ്റ് ഓഫ് ചെയ്തു വന്നു. അഗ്നി ബെഡ്ലാമ്പിട്ട് ബെഡിലേക്ക് കിടന്ന് ജ്വാലയ്ക്ക് നേരെ പുഞ്ചിരിയോടെ കൈനീട്ടി പിടിച്ചു. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് കിടന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. അഗ്നി അവളെ ചുറ്റിപ്പിടിച്ചു. അതേ ദേവേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നോടൊന്നിനെങ്ങനെ പെർമിഷനൊക്കെ? അങ്ങോട്ട് ചോദിക്കു പെണ്ണേ.
അഗ്നി പറഞ്ഞു. അല്ല, നേരത്തെ പൊന്നും അരവേട്ടനും തമ്മിലുള്ള പിണക്കം എങ്ങനെയാ മാറിയെന്ന് ചോദിച്ചപ്പോഴല്ലേ ദേവേട്ടന്റെ ഉമ്മ വെച്ചേ? അതെ, അവൻ ചിരിയോടെ പറഞ്ഞു. അതെന്തിനാ ഉമ്മ വെച്ചേ അപ്പോ? അതുകൊണ്ടല്ലേ എനിക്ക് അതിന്റെ ഉത്തരം കിട്ടാതെ പോയേ. പറ, അവർ തമ്മിലുള്ള പിണക്കം എങ്ങനെയാ മാറിയേ? അവൾ അവനെ സംശയത്തോടെ നോക്കി. അഗ്നിക്ക് അവളുടെ ചോദ്യം കേട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ അതേ ചിരിയോടെ തന്നെ അവളെ നോക്കി. എന്തിനാ ചിരിക്കണേ? ജ്വാല മുഖം വീർപ്പിച്ചു. ഒന്നുമില്ല, നീ എന്നോട് ചോദിച്ചതിനുള്ള ഉത്തരായിരുന്നു അത്. ഓ, അങ്ങനെ പറ. ഏ, എന്താ പറഞ്ഞേ? ജ്വാല ആദ്യം പുഞ്ചിരിയോടെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അത് കണ്ട് അഗ്നി ചിരിച്ചു. ദേവേട്ടാ, എന്തിനാ ചിരിക്കണേ? ഇപ്പെന്താ ദേവേട്ടൻ പറഞ്ഞേ? അപ്പോ അരവേട്ടന്റെ പൊന്നൂന്? ജ്വാല അവനെ മിഴിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആണടി പെണ്ണെ, നീ ഇനി അവനോട് പോയി ചോദിക്കല്ലേ കേട്ടോ. ചോദിക്കൂല. പക്ഷെ എന്തിനാ ഉമ്മ വെച്ചേ? അവള് ചോദിച്ചു. ആവോ, അതെനിക്കറിയില്ല, ചോദിച്ചില്ല ഞാൻ. അവൻ പറഞ്ഞതും ജ്വാല മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി പതുങ്ങിക്കൂടി. അപ്പോ അവര് തമ്മിൽ ഇഷ്ടത്തിലാണോ ദേവേട്ട? അവള് സന്തോഷത്തോടെ ചോദിച്ചു. അവൻ അല്ല എന്ന പോലെ തലയാട്ടി. ഇതുവരെ അല്ല, പക്ഷെ ഇനി അങ്ങോട്ട് ആ നോക്കാം നമുക്ക്. ഉം ജ്വാല മൂളി. ദേവേട്ടൻ ഉറങ്ങിക്കോട്ടോ, മരുന്ന് കഴിച്ചിട്ട് എത്ര നേരായി, എന്നിട്ട് ഉറങ്ങാതെ കിടക്കണ്ട. ജ്വാല ശാസനയോടെ പറഞ്ഞു. അപ്പോ എന്റെ കുഞ്ഞൻ ഉറങ്ങുന്നില്ലേ? ഞാനും ഉറങ്ങാൻ പോവാ. എന്നാ ഉറങ്ങിക്കോടാ, അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. ജ്വാല തലയാട്ടിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു. ആ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് കിടക്കവേ എപ്പോഴും അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. അവളെ ചേർത്ത് പിടിച്ച് മരുന്നിന്റെ ക്ഷീണത്തിൽ അഗ്നിയും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷെ കൗസ്തുഭത്തിലെയും മംഗലത്തിലെയും ഒരു റൂമിൽ അപ്പോഴും വെളിച്ചുണ്ടായിരുന്നു. എന്തോ ആ രാത്രി അവർക്കിരുവർക്കും ഉറക്കം വരാത്ത രാത്രിയായിരുന്നു. അപ്പു അവന്റെ റൂമിൽ ബെഡിൽ മലർന്നു കിടക്കുന്നുണ്ട്. നേരം 1 മണി കഴിഞ്ഞിട്ടും അവൻ ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു. എന്റെ മഹാദേവ, കണ്ണു മൂടിയാലും തുറന്നാലും ആ നാഗവല്ലിയുടെ മുഖാണല്ലോ മനസ്സിലേക്ക് വരുന്നേ. അപ്പു ദയനീയമായി സ്വയം പറഞ്ഞു. അവളുടെ അപ്പേട്ടാന്ന വിളി ചെവിയിൽ മാത്രമല്ല ഹൃദയത്തിൽ കൂടി ആഴത്തിൽ പതിച്ചതുപോലെ. അപ്പേട്ടൻ, അവൻ സ്വയം ആ പേരൊന്ന് പറഞ്ഞു നോക്കി. അവന് ചിരി വന്നു. എവിടെന്ന് കിട്ടിയോ എന്തോ ഇങ്ങനൊരു പേര്. എന്തായാലും കേൾക്കാനൊരു രസമൊക്കെ ഉണ്ട്. അപ്പു ചിരിയോടോർത്തു. തന്നെ വസ്ത്രമൊന്നുമില്ലാതെ കണ്ട് കണ്ണും തള്ളി നിന്നിരുന്ന പൊന്നൂര് മുഖമോർത്തതും അപ്പൂന് ഒരേ നിമിഷം ചമ്പലും ചിരിയും വരുന്നുണ്ടായിരുന്നു. എല്ലാം കണ്ടു, ഇങ്ങനൊരു വിധി എനിക്ക് മാത്രം ഉണ്ടായി കാണൂ. സാരല്ല, അങ്ങനെ കരുതാ ഇനി, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, അതിനിപ്പോ എന്താ? അവൻ സ്വയം അവനെ തന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നാലും എല്ലാവർക്കും ഉള്ളത് നിന്റെ പോലെ ഇങ്ങനെ സൗജന്യ പ്രദർശനത്തിന് വെച്ചേക്കൊല്ലടാ അപ്പു. അവൻ തന്നെ അവനോട് ദയനീയമായി പറഞ്ഞു. എന്നാൽ ആ നാഗവല്ലിക്ക് വരാൻ കണ്ടൊരു സമയം. ആ ഡ്രസ്സ് മാറിയ ശേഷം അവൾ വന്നിരുന്നെങ്കിലും നന്നായിരുന്നേനെ. അവൻ പറഞ്ഞു. അതുണ്ടല്ലോ അപ്പേട്ടാ, ഇളങ്കാറ്റിൽ എവിടെയോ തേങ്ങാക്കുലകൾ ആടുന്നു. അതെ അപ്പേട്ടാ, നല്ലോണം ആടി. അവള് പറഞ്ഞത് അപ്പു ഓർത്തു നോക്കി. അയ്യേ, അവന് ജാള്യത തോന്നി. എന്തൊക്കെ വൃത്തികേട് അവള് വിളിച്ചു പറഞ്ഞ്. എന്തായാലും അവളെ കെട്ടുന്നവൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, നാണല്ലാത്തവള്. അപ്പു കുറുമ്പോടെ പറഞ്ഞു. പതിയെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം മാത്രം അവന് തിരിഞ്ഞു നോക്കിയില്ല. എടി നാഗവല്ലി, എന്റെ ഉറക്കവും കളഞ്ഞിട്ട് നീ ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങാവല്ലേ? അവൻ നെടുവീർപ്പിട്ടു. എന്നാൽ അവളെ കയറി ഉമ്മ വെക്കണ്ടായിരുന്നു. എന്നെക്കുറിച്ച് എന്ത് കരുതി കാണും? അപ്പു ചുണ്ടു ചുളുക്കി. എന്താന്ന് വെച്ചാൽ കരുതട്ടെ, കയ്യിലിരിപ്പ് ശരിയാവണം നാഗവല്ലി. അപ്പു പല്ല് കടിച്ചു. എന്നാൽ ഇതേ സമയം മംഗലത്ത് പൊന്നൂന്റെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. കണ്ണടച്ചാ മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പു. എന്റെ കൃഷ്ണ, എന്താ ഇങ്ങനെയൊക്കെ ഓരോ തോന്നല്? അവള് മുകളിലേക്ക് നോക്കി ചോദിച്ചു. അപ്പേട്ടനൊരു പാവ, അഗ്നിയേട്ടനെ പോലെ തന്നെ. എന്തോ ഒരു ആഗ്രഹം തോന്നുന്നു ഉള്ളില്. പൊട്ടത്തരാണോ അറിയില്ല, പക്ഷെ എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു ആ മരപ്പട്ടിയോട്. അവള് ചിരിയോടെ സ്വയം പറഞ്ഞ് വിരല് കടിച്ചു. എന്റെ അപ്പേട്ടാ, ഈ ഇത്തിരിയില്ലാത്ത കുട്ടിക്ക് ഓരോന്ന് കാണിച്ചു തന്നിട്ട് നിങ്ങളിപ്പോ സുഖമായിട്ട് ഉറങ്ങാവൂല്ലേ? എന്നാലും ഇതൊക്കെ കണ്ടിട്ടും ബോധം പോവാതെ എങ്ങനെ പൊന്നു നീ അയാളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു? അവൾക്ക് തന്നെ അറിയുമായിരുന്നില്ല. പാവം, ആകെ നാണക്കേടായി കാണും. അറിഞ്ഞോണ്ടല്ലോ. എന്നാലും ആളുടെ അപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരായിരുന്നിരിക്കും. അവളൊന്ന് നിശ്വസിച്ചു. അറിയാതെ ചുണ്ടിൽ വിരലൊന്നമർന്നു. അതേ നിമിഷം അപ്പു തന്നെ ചുംബിച്ചത് അവൾക്ക് ഓർമ്മ വന്നു. അവളുടെ മുഖം ചുവന്നുപോയി. പെട്ടെന്ന് അവൾ പില്ലോയിലേക്ക് മുഖം പൂഴ്ത്തി കമഴ്ന്നു കിടന്നു. അപ്പോഴും ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. തുടരും.